ക്രിസ്മസിന് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ, നമുക്കല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ അവിടെ കുടുംബം ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി അതിൻ്റെ താഴെ കുറേ സമ്മാനപ്പൊതികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഈ സമ്മാനപ്പൊതിയൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ സാന്റാക്ലോസ് കൊണ്ടുവച്ചു എന്ന ഒരു വിശ്വാസത്തിലാണ് ഈ രാവിലെ നമ്മൾ ഈ പൊതികളൊക്കെ തുറക്കുക. പക്ഷെ ആ വീട്ടിലെ 3 വയസ്സുകാരന് വല്ലാത്ത ഒരു ആശങ്ക. ഇനിയിപ്പോൾ ഈ സാന്റാക്ലോസിന് ഈ പൊതികളൊക്കെ എന്തെങ്കിലും പ്രശ്നമായാലോ എന്നൊക്കെയുള്ള കുറേ ആശങ്കകൾ. അപ്പോൾ ആ ആശങ്കകൾ എന്താണെന്ന് നമുക്കറിയാം. അതേ ദൃശ്യങ്ങളൊന്ന് കാണാം, ചില ദൃശ്യം. അക്ഷയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ, ഈ സമ്മാനങ്ങൾ കിട്ടിയാൽ അതിൽ പുതിയ സാധനം കയ്യിൽ കിട്ടിയാൽ അത് ആദ്യം തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നത് വലിയവരുടെയും മാർ ക്രിസോസ്റ്റം തിരുമേനി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ പ്രായമായ സമയത്ത് പോലും എന്തെങ്കിലും ഒരു ഉടുപ്പ് കിട്ടിയാൽ അപ്പം തന്നെ ഇട്ട് നോക്കുന്നതാണ്. കാരണം അത് നമ്മുടെ ഒരു സുഖമാണല്ലോ. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ട. ഈ 3 വയസ്സുകാരൻ ഈ സമ്മാനം അറിയാൻ ചെയ്ത പണി എന്താണ്? ആ കൗതുകം കൊണ്ട് തുറന്നു നോക്കിയതല്ല എന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. സാന്റ കൊണ്ടുവെക്കുന്നു എന്നാണ് അവരുടെ ഒരു വിശ്വാസം. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നോർത്ത് കരോലിനയിലാണ് ഇത് സംഭവിക്കുന്നത്. കുട്ടിയുടെ അച്ഛനും അമ്മയും രാത്രിയിൽ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ, ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കുമുള്ള ഗിഫ്റ്റുകൾ ഒരുപാട് മണിക്കൂറുകൾ എടുത്ത് റാപ്പ് ചെയ്ത് ക്രിസ്മസ് ട്രീയുടെ താഴെ വെക്കുകയാണ്. അപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ സന്തോഷമാകട്ടെ, അവർ സർപ്രൈസ്ഡ് ആവട്ടെ, അവരുടെ ക്രിസ്മസ് വളരെ സ്പെഷ്യൽ ആകട്ടെ എന്നൊക്കെ കരുതിയാണ് ഇവരിത് ചെയ്യുന്നത്. പക്ഷെ 3 വയസ്സുകാരനായ ഈ മകൻ വളരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. അവൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ സാന്റയ്ക്ക് എങ്ങാനും ഗിഫ്റ്റുകൾ പോയിട്ടുണ്ടെങ്കിലോ, അതായത് ഞാനിതെല്ലാം തുറന്നു നോക്കി ഇന്നവർക്ക് ഇന്ന ഗിഫ്റ്റുകളാണ്, അവരെ അധികം കഷ്ടപ്പെടുത്താതെ അവർക്ക് ഗിഫ്റ്റുകളൊന്നും മാറിപ്പോവാതെ കൃത്യമായിട്ട് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കുഞ്ഞു മോൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വീട്ടുകാർ വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി. 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. 1 വയസ്സും 3 വയസ്സും അതുപോലെ 6 വയസ്സുള്ള ഒരു മോനാണ് ഉള്ളത്. അപ്പോൾ ഈ 3 വയസ്സുള്ള കുട്ടി വെളുപ്പിന് 3 മണിക്ക് പാരൻസിനോട് ചോദിക്കുന്നത് കത്രിക വേണമെന്നാണ്. കാരണം കഴിയാവുന്നതെല്ലാം അൺറാപ്പ് ചെയ്തു, ബാക്കിയുള്ളത് പറ്റുന്നില്ല കുട്ടിക്ക്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചെയ്ത് നോക്കി ആർക്ക് എന്താണെന്നൊന്ന് ഉറപ്പിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവൻ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യമാണ്. അടുത്ത വർഷം ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അച്ഛൻ ഇത് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മ 6 വയസ്സുള്ള മോൻ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഈ കുസൃതിയൊന്നും അംഗീകരിക്കാൻ വഴിയില്ല. അപ്പം അമ്മ അപ്പം തന്നെ അവനുള്ള ഗിഫ്റ്റുകളൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയതെന്നാണ് പറയുന്നത്. എല്ലാ ഒക്കേഷൻസും വളരെ സ്പെഷ്യലാണ്. ഇപ്പോൾ സമ്മാനം കേൾക്കേണ്ടത് വലിയ സന്തോഷമാണ്. അപ്പോൾ കാത്തിരിക്കാൻ അവന് പറ്റില്ല, അതങ്ങനെ പൊളിച്ച് നോക്കട്ടെ. ശരി അക്ഷയ, അപ്പോൾ ഇത്